Hi friends, welcome back to my channel. December 5th ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നൊരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അന്ന് ഞാനൊരു 5 നമ്പർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോൾഡൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1 kg വെയിറ്റ് വരുന്ന 2 ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വയർ മോൾഡിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസിൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, 1/2 kgൻ്റെയും 1 kgൻ്റെയും ഒക്കെ. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 കേക്കും അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൽ 5 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കേക്കൊന്ന് ലെവലായിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മോൾഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു 5. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഈ ബാക്കി വരുന്ന പോർഷനൊന്നും നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടീ ടൈം സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ജാർ കേക്കാണ് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഴുവനും കത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ പീസസും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാർ കേക്കിൻ്റെ വീഡിയോ ഇൻഷാല്ല അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിത് 2 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്തതായിട്ട് നമുക്കൊന്ന് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഫിയോന വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ ടു ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ തന്നെ ബോർഡിൽ ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കേക്ക് തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് 3/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതല്ല എങ്കിൽ മിൽക്ക് മെയ്ഡോ ഡാർക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു നോസിൽ ഇട്ടിട്ട് ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡിസൈൻ പോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല എങ്കിൽ മറ്റേ ഐസിങ് നൈഫ് വെച്ചിട്ട് ക്രീം ഫുള്ളായിട്ടൊന്ന് പുരട്ടി കൊടുത്താലും മതി. അപ്പം മുഴുവനായിട്ട് ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പം കുറച്ചും കൂടി കാണാൻ നല്ല ഉണ്ടാവും. നമ്മൾ കേക്ക് ലെയേഴ്സായിട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഉണ്ടാവും. അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലോട്ട് 1 സ്പൂണ് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഒന്ന് ഓവനിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് സ്പൂൺ വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ബദാം കാഷ്യൂ ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്ക് കഴിക്കുന്ന ടൈമിൽ ഇടയ്ക്ക് നട്ട്സൊക്കെ കടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഡാർക്കും വൈറ്റും ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി അതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ നോക്കുക. പിന്നെ അധികം പ്രസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്രീം അപ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇനി ഈ ഒരു സെക്കൻഡ് ലെയറും നമുക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യൂല. ഇപ്പോൾ കേക്ക് വെറ്റ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യണം കേക്ക്. എന്നാലേ കഴിക്കുന്ന ടൈമിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കേക്കിൻ്റെ സ്പോഞ്ച് കുറച്ച് ഹാർഡായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് മുകളിലേക്കും ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ഞാൻ കേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്തായാലും ഈ ഒരു കേക്ക് ഇഷ്ടമാവും. എന്നുവെച്ചാൽ നട്ട്സും ചോക്ലേറ്റ് സിറപ്പും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം മാത്രം നമുക്കതിന് മുകളിലേക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഓറിയോ ബിസ്ക്കറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് കളറ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പും നട്ട്സും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ സർപ്രൈസൊക്കെ കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്പേഴ്സ് കേക്കൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്പർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും മോള് നല്ല ഹാപ്പി ആയിരുന്നു സർപ്രൈസ് കേക്കൊക്കെ കിട്ടിയതിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പീസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.